ജിഎച്ചറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള മരിനാട് നമ്മൾ പോയിട്ട് മീൻ ലേലത്തിലുള്ള വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. രാവിലെ നമ്മൾ 6 റേഞ്ചിലാണ് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് മിക്കവാറും. അപ്പോൾ ഇന്ന് എന്ത് മീനാണ് കിട്ടിയെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു പള്ളിയാണിത് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഈ പള്ളി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേര്. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ഹാർബറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്നുണ്ടായിരുന്നത് ക്ലാത്തി മീനും അതേപോലെ തന്നെ കൂന്തലുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് വലിയ കമ്പനികൾക്ക് വേണ്ടി അവർ വാങ്ങിച്ച് കിലോ കണക്കിന് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു തിരണ്ടിയും കൂടി നമുക്ക് അവിടെ സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ച് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിനി കുറച്ച് അവിടുത്തെ മീൻ കച്ചവടത്തിൻ്റെ കുറച്ച് ലൈവായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതുണ്ട് ഒരു വള്ളത്തിൽ വന്നിരിക്കുന്ന ഒരു ബോക്സിൽ കണവകളാണ് കേട്ടോ. ഇത് മൊത്തം നമ്മുടെ കൂന്തൽ സാധനമാണ്. ഇത് ചത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതിൻ്റെ അകത്തെ കളർ മാറുന്നുണ്ടോ. അത് ജീവനോട് കൂടിയാണ്. കരയ്ക്ക് വന്ന് കയറി ആ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അത് ജീവനോട് കൂടിയുള്ള തന്നെ ഉള്ള അടിപൊളി മീനുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊട്ട കുഞ്ചിൻ്റെ ലേലമാണ് കേട്ടോ. 600, 3600, 700, 3700 രൂപ, 700, 3700, 800, 900, 3900 രൂപ, 4000, 4000 രൂപ, 4000 വിളിച്ച 4100, 4000 രൂപ, 3000 രൂപ, 3000 കുട്ടിയുണ്ടോ? 3000 രൂപ, 3000 കുട്ടിയുണ്ടോ? 3000 രൂപ കിട്ടില്ല. ഇപ്പം നമ്മൾ പോയത് ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര ആൾക്കാരാണ് കേട്ടോ. ലോക്കലി സെല്ല് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ മീൻ കടകളിലേക്കുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുമായിട്ട് നല്ല ആളാണ്. ഇതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ലൈവും, അതായത് ഫ്രഷ് സാധനവും, ഒരു അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഐസ് ഇട്ട സെയിലും നടക്കുന്നുണ്ട്. ഐസ് ഇട്ടത് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തുനിന്ന് വാങ്ങിച്ചതിന് ശേഷം അവരാണെങ്കിൽ ഐസ് ഇട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ വാളയാണെങ്കിൽ ഐസ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മരിനാട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐസ് ഇട്ട മീനും ഉണ്ട്, അല്ലാതെ ഫ്രഷും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയെടുക്കാം. ഐസ് ഇട്ട മീനാണെങ്കിൽ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 1350, വലിയ ഭാര്യയെല്ലാം കിടക്കണം വിളിച്ചടി. 1650, 450, 500, 500, 500, 550, 550, 550, 1600, 1600, 1600, 1600, 1600, 1600, 1600, 1650, 1650 തന്നെ 1650, 1700, 1700, നമ്മളങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിളിമീനാണ് എടുത്തേക്കുന്നത്. ഈ വട്ടം ക്ലാത്തിയും കൂന്തലുമായിരുന്നു, കണവയാണ്, അതായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് അതായിരുന്നു കേട്ടോ. പിന്നെ കിളിമീനാണെങ്കിൽ ഒരു കൊട്ട എടുത്തിട്ട് 4 പേര് പങ്കാക്കി എടുത്ത കേട്ടോ. അപ്പോൾ നമുക്കൊരു 300 രൂപ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വാങ്ങിച്ചിട്ടാണ് പങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ചില്ലറയും കൊടുത്തതിന് ശേഷം നമുക്ക് 300 രൂപ ആയിട്ടുണ്ട് ഇത്രയും കിളിമീന് ഉണ്ടല്ലേ. മറന്നു പോയിട്ടില്ല. അപ്പോൾ ഇവരെ കൊണ്ടുപോയില്ല കേട്ടോ. ഇവൻ രാവിലെ ഇവിടെ കിടന്ന് ഉറക്കുമായിരുന്നു. അവനൊരു 6-6:30 റേഞ്ചിൽ നമ്മൾ പോകുന്നത്. ആ സമയത്ത് പോയാലാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സാധനം കാണിക്കാൻ സർപ്രൈസ് ആണ്. പാമ്പാണ് ഞാൻ കാണാൻ പോകുന്നത്. സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് പാമ്പെന്ന് പറഞ്ഞോ?
അതൊരു പുതിയ വീഡിയോ കേട്ടോ, അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ടിട്ട് കാര്യം പറയത്ത് എന്നിട്ട് ആ മീനെ ഒത്ത് തിന്നാം. യെസ്, ഓക്കെ ആ ഓക്കെ. ആണല്ലേ. ഇത് ലേലം ചെയ്യുന്ന സമയത്ത് നല്ല മണ്ണായിരിക്കും. നമ്മളത് അവിടെ നിന്ന് വാഷ് ചെയ്ത് അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തെടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത്. 300 രൂപയാണ് ഇത്. നമുക്ക് ഇനിയിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ നോക്കണം. അതേപോലെ തന്നെ 300 രൂപയ്ക്ക് എന്തിനാ മീൻ മേടിച്ചത്? നമുക്ക് പൊരിച്ചങ്ങ് അടിക്കാന്നേ. പിന്നെ അപ്പോൾ നമുക്കിത് കവറിൻ്റെ അകത്തൊന്നും താഴെ ഇട്ടിട്ട് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് നോക്കാം. ഇത്ര എണ്ണം ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് എണ്ണി നോക്കിയേക്കാം. 1 2 4 5 6 7 8 10 12 14 16 18 20 22 24 26 28 29 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി ഇന്ന് എടുക്കത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ള 1-2 എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രീസർ കയറ്റി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മീൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട്ടി പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊട്ടിയതും അളിഞ്ഞതൊന്നുമല്ല, നല്ല മീൻ തന്നെ, കുഴപ്പമില്ല.